നമ്മുടെ മിനിസ്റ്റർ ചേരുന്നു. അതെ, പ്രിയപ്പെട്ട അതിഥി നമുക്കൊപ്പം ചേരുകയാണ്. തൃശ്ശൂരുകാരിയാണ് മന്ത്രി തന്നെ നമുക്കൊപ്പം ഉണ്ട്. മിനിസ്റ്ററെ, മഴയൊക്കെ ഉണ്ട്, എന്തെങ്കിലും ആശങ്കയുണ്ടോ മിനിസ്റ്റർക്ക്? അത് സാരില്ല, ഇതുപോലെ ചെറിയ മഴയൊക്കെ ചിലപ്പോ ഉണ്ടാവാറുണ്ട്. അതൊന്നും പൂരത്തിന്റെ ആവേശം കുറയ്ക്കുന്ന കാര്യങ്ങളല്ല. എങ്ങനെയുണ്ട് പൊതുവെ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തിയപ്പോ ഇത്തവണത്തെ പൊളിക്കോ? ഇത്തവണ വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പലവട്ടം പല മീറ്റിങ്ങുകളും ചേർന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആദ്യം മീറ്റിംഗ് ചേർന്നു. പിന്നെ ദേവസ്വം മിനിസ്റ്റർ 2 പ്രാവശ്യം തൃശ്ശൂരിൽ വന്ന് യോഗം നടത്തിയിട്ടുണ്ട്. റവന്യൂ മിനിസ്റ്ററും ഞാനും പങ്കെടുത്ത് പലതവണ യോഗം ചേർന്നു. അതുപോലെ ദേവസ്വങ്ങളും ജില്ലാ ഭരണകൂടവുമായിട്ടുള്ള മീറ്റിങ്ങുകളും കൂടിയാലോചനകളും ഒക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പല ആശങ്കകളും വളരെ കൃത്യമായ വിധത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് തെളിമയാർന്ന ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. സ്ത്രീകളുടെ പൂരം കൂടിയായി മാറി വരുന്നു എന്ന് പറയേണ്ടി വരും അല്ലെ? തൃശ്ശൂർ പൂരം പഴയതുപോലെയൊന്നുമല്ല. ഇത്തവണ ചെണ്ട കൊട്ടുന്ന 2 പെൺകുട്ടികളുണ്ട്. പത്രത്തിൽ നിറഞ്ഞിരിക്കുന്ന അശ്വതിയും ഹൃതിയുണ്ട്. ഹൃതി കഴിഞ്ഞതോടെ ഉണ്ടായിരുന്നു. ഇത്തവണ അശ്വതി അർച്ചനയും കൂടി വരുന്നത്. അങ്ങനെ കാണാനും ചെണ്ട കൊട്ടാനും എല്ലായിടത്തും സ്ത്രീകൾ കൂടി വലിയ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. അതെ, നമ്മുടെ പഴയ കാലത്ത് പൂരത്തിന് പുരുഷന്മാരായിരുന്നു. ചൊല്ല് തന്നെ അങ്ങനെയാണ്. നിൽക്കാനോ ആസ്വദിക്കാനോ ഒന്നും സ്ത്രീകൾക്ക് കഴിയാത്ത സ്ഥിതിയായിരുന്നു. ഇപ്പൊ എല്ലാ കർമ്മ മേഖലകളിലും സ്ത്രീകൾ സജീവ സാന്നിധ്യമാണ്. അതിനാനുപാതികമായ നിലയിൽ പൂരത്തിനും അവര് ധീരതയോടുകൂടി വരികയും നന്നായിട്ട് ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മേളത്തിലൊക്കെ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ അതൊന്നുകൂടി ഒരുപടി മുന്നോട്ട് പോയി. സംഘാടനത്തിൽ ഇപ്പോഴും പുരുഷന്മാരാണ് ഭൂരിഭാഗവും. മാറും, പതുക്കെ മാറണം.